സദ്യയിൽ കേമൻ പായസം തന്നെ. രുചിയേറും പരിപ്പ് പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 1 ഗ്ലാസ് നിറയെ ചെറുപയർ പരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പരിപ്പ് പായസത്തിന് മൂങ് ദാൽ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പാണ് നമ്മൾ ഉപയോഗിക്കാറ്. ചെറുപയർ പരിപ്പ് 3-4 മിനിറ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് നന്നായി ആറിയതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റി 2-3 പ്രാവശ്യം കഴുകി മാറ്റി വയ്ക്കാം. 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് പരിപ്പിന് 1 നാളികേരം ചിരകിയതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 നാളികേരം ചിരകിയത് മുഴുവൻ ഉപയോഗിച്ച് ഞാൻ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെവ്വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഏകദേശം 2.5 ഗ്ലാസോളം ഉണ്ടായിരുന്നു. അതിലേക്ക് 1 സ്പൂൺ നെയ്യും 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി കൂട്ടി യോജിപ്പിച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 ഏലക്കയും 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് പരിപ്പ് തണുക്കുമ്പോഴേക്കും പായസത്തിന് വേണ്ട ശർക്കരപ്പാനി നമുക്ക് തയ്യാറാക്കാം. 1 ഗ്ലാസ് പരിപ്പിന് 2 ഗ്ലാസ് ശർക്കരപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ശർക്കരപ്പൊടിയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചൂടാക്കി അതിനെ നമുക്ക് പാനിയാക്കി മാറ്റിയെടുക്കാം. കുക്കറിൻ്റെ പ്രഷർ കുറയുമ്പോൾ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് അതിലേക്ക് ശർക്കരപ്പാനി നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ കരിമ്പിൻ്റെ അവശിഷ്ടങ്ങളും കല്ലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശർക്കരപ്പാനി അരിച്ചു ഉപയോഗിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. പായസം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്തുള്ള പൊടി ഇട്ട് കൊടുക്കാം. പായസം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു 2 സ്പൂൺ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴാണ് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് വറുത്തെടുക്കാൻ. രണ്ടും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴേക്കും നമുക്ക് വറുത്ത് മാറ്റാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്തതിന് ശേഷം പായസം നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നാളികേരത്തിൻ്റെ 1-ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ രുചിയേറിയ പരിപ്പ് പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു.